എങ്ങനെയുണ്ട് ഒരിക്കലേ എറണാകുളത്ത് ഇറക്കിയ സ്പെഷ്യൽ ടീമാ നാട്ടുകാരൊന്നും കണ്ടല്ല അത് കണ്ടങ്ങട് ആ MLA ഇങ്ങോട്ട് കണ്ടില്ലല്ലോ അതോടാ ബാബു ലൂസി നീ വരുന്ന വിചാരിച്ചില്ലടി അമ്മായിമ്മ മരിച്ചോടെ ഫുൾ ഫ്രീ ആയില്ലടാ ഇപ്പൊ എല്ലാ പരിപാടിക്കും പോണ്ട് മുറികൾക്കൊക്കെ ആവശ്യത്തിന് വലിപ്പമുണ്ട്. പക്ഷെ അടുക്കള തീപ്പട്ടി പോലെയായി. പേര് മാറാൻ അത് പൊളിക്കേണ്ടി വരും. നന്നായിട്ടുണ്ടല്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒന്നുകൂടി പൊക്കം പറഞ്ഞ ബാബു ആണ് സെറ്റപ്പ് തന്നെ അല്ലേ. വെള്ളാനിക്കാരുടെ പെണ്ണിനെയും കിട്ടി. ഒരു ഭാഗ്യം തന്നെ അതൊക്കെ. ലോനപ്പെട്ടൻ ഈ ബാബു ചേട്ടൻ ലോനപ്പെട്ടനിട്ട് ഉള്ളതല്ലേ? 3 വയസ്സിനാ 4 വയസ്സിനാ ബീഫ് എന്നാ വീട്ടിലേക്ക് പറിച്ചോണ്ടാ നല്ല ആ സ്ഥലത്ത് താറാവറുണ്ട് ആലപ്പുഴന്ന്. ഇവിടെ താറാവിനൊരു മുഷിക്കോണമുണ്ട്. സീസറിന്റെ അപ്പുറത്ത് വെക്കുന്നത് കാഷ്യസ് ആണോ മാർക്ക് ആന്റണിയാണ്? ബ്രൂട്ടസ് ആണ്. ലോന, നീ പോകുമ്പോ ആ ബാബുന്റെ വീട്ടിൽ നിന്ന് പകർച്ച മേടിച്ച ഈ പാത്രം ഒന്ന് കൊടുക്കണം കേട്ടാ. എന്തിനതൊക്കെ മേടിക്കാൻ പോണെന്ന്? എങ്ങനെയാണ് അവര് തരുമ്പോ വേണ്ടെന്ന് പറയണേ? എന്ത് കിട്ടിയാലും മേടിച്ചോളൂ. ഇവിടെ എന്താ തിന്നാനും കുടിക്കാനില്ലായിരിക്ക? എന്നെ കൊണ്ടൊന്നും വയ്യ, മേടിച്ചവരെ അങ്ങ് കൊണ്ടു കൊടുത്താൽ മതി. ലോന, നീ ഒന്ന് പോകുമ്പോ ഇടത്തോട്ടാണല്ലോ. നീ സിസ്ലേ, നീ സ്കൂളിൽ പോകുമ്പോ ഒന്ന് നീ ഇങ്ങോട്ട് വരെ. അവിടെ കൊടുക്കാതൊക്കെ ഇവിടെ കൊടുക്കാതിരിക്കുകയുള്ളു. ആരെയാത്ത ഞാൻ ചെയ്തോണ്ടിരിക്കണം. രണ്ടിനൊന്നും കയറാൻ പറ്റില്ല. എന്തിനു പറഞ്ഞത് 4, 8 അല്ലെങ്കിൽ 90 അതിന് വരിയാൽ മതി. ആരും ചേട്ടനൊന്നും നോക്കിയെന്നടാ, ഭയങ്കര കള്ളകളിയാ. കാലത്ത് തന്നെ തുടങ്ങും. ഇത് വേറെ എവിടെയെങ്കിലും പോയി കളിച്ചോടോ. ഇവിടെ കിട്ടണം മനസ്സമാധാനം, വേറെ എവിടെ കിട്ടാനല്ലോ അവനപ്പാ. വെളിച്ചാവുമ്പോ ഓരോന്ന് വന്നോളും മനുഷ്യനെ മൂട്ടിപ്പിക്കാനായിട്ട്. എന്റെ പാസ്ബുക്ക് എന്തി? അവിടെ ഇവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ അതിൽ ലക്ഷങ്ങളല്ലേ. ചിലക്കില്ലാട്ടാ. ഒരു കാര്യപ്രാപ്തി ഇല്ലാതെ എന്തുകൊണ്ട് തേങ്ങക്കടത് 11-ൽ 10-10 വെക്കണ്ട? അല്ലതിപ്പോ എന്തേ പറ്റിയേ? എന്തേ ഒരു പൊട്ടം കടിച്ച മാതിരി? സ്കൂളിൽ പോയി വിശേഷം ഒന്നും പറഞ്ഞില്ല. എങ്ങനെ പരിപാടി? അത് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ലേ? കുഴപ്പമുണ്ടായില്ലെന്ന് പറഞ്ഞാല് കുഴപ്പമുണ്ടായില്ലെന്ന് പറഞ്ഞാൽ കുഴപ്പമുണ്ടായില്ലെന്ന് തന്നെ, അല്ലാതെ പിന്നെ എന്തൊരു തേങ്ങ. ഞാൻ പോയിട്ടൊരു ചൂട് ചായ വാങ്ങി വരാം, അപ്പൊ ശരിയാവും. ഒരു സംസ്ഥാനം എടുക്കട്ടെ. ഇപ്പൊ ബെസ്റ്റ് ടൈമാ സംസ്ഥാനം. കാരണമായല്ലോ. മൂപ്പരെന്തോ പ്രശ്നത്തിലായി. ഇപ്പം കേൾക്കുന്ന തിരക്ക് ഒരു കാര്യം ഉണ്ടാവില്ല. പോയിക്കോ. ലോനപ്പേട്ട നല്ല ചൂടുള്ള ചായ. ഇതങ്ങോട്ട് കുടിക്കാൻ വയറ് ചൂടാവും, തല തണുക്കും. നീ എന്താ ആളെ കളിയാക്ക? ഇന്നലെ ഉറക്ക് തീരെ ശരിയായില്ലെന്ന് തോന്നുന്നുണ്ട്. ഇതാണ്ട് കുടിച്ച് സുഖമായിട്ട് കിടന്ന് ഉറക്കോളി. കുറച്ച് കഴിഞ്ഞ് ഞാൻ വിളിക്കാം. എന്തുട്ടാ നിന്റെ സൂക്കേട്? വല്ല പണിയും ചെയ്ത് മിണ്ടാണ്ട് അവിടെ ഇരിക്കാൻ നോക്കടാ. നാളെ തരാം. നാളെ ഇന്ന് തരാം, നാളെ തരാം, മറ്റന്നാ തരാം എന്ന് പറയാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി? നാളെ ഷുവറായിട്ടും തരാം. ഇനി മാറ്റായിരിക്കോ? മനുഷ്യൻ നടന്നു കാല്. പിന്നെ വാച്ച് കെട്ടിയില്ലെങ്കിൽ ആളാണ് ചത്തുപോകാണല്ലോ. ആ ചെറിയന്റെ വാച്ച് നീ ഇതുവരെ കൊടുത്തില്ലല്ലേ? 2 കൈയിലുള്ള ലോനപ്പെട്ട നന്നാക്കി നാളെ കൊടുത്തോളാം. ഓ പിന്നെ ബാക്കിയുള്ളവനെ കൂടെ 4 കൈയല്ലേ?
ഒരു സാധനം കൃത്യസമയത്ത് ചെയ്ത് കൊട്ടക്കില്ല എന്നുള്ളൊരു വാശിയാ നിനക്ക്. എന്തിനാ ലോനപ്പെട്ട വെറുതെ ഒരു കാരണം ഇന്റെ മെക്കെട്ട് കയറാൻ വരുന്നത്? മെക്കെട്ട് കയറണ ഇതുട്ടെ ലോനപ്പെട്ട നിങ്ങൾ എന്ത് വർത്താനം പറഞ്ഞു? എന്തൊക്കെ പണി അവിടെ എടുക്കണം? വാച്ച് നന്നാക്കണം, ചായ വാങ്ങിക്കൊണ്ടുവരണം, വീട്ടു സാധനം വാങ്ങണം, റേഷൻ പീടിയെ പോകണം. ഇതൊന്നും പണിയല്ല. പിന്നെ പണിയുടെ കാര്യമൊന്നും നീ പറയണ്ട. എന്തുട്ട് പണിയാടാ നീ ഇവിടെ ചെയ്യണേ? കാലത്ത് തന്നെ ഒരു സാധനം എടുത്ത് കണ്ണിൽ വെച്ച് ഈ പീടി ഇങ്ങനെ ആവാനുള്ള പ്രധാന കാരണം നീ തന്നെയാ. കള്ളപ്പണിയാണ് കള്ളപ്പണി. ലോനപ്പെട്ട നിങ്ങളുടെ പണിനെ മാത്രം പറയരുത്. പറഞ്ഞാൽ എന്തിയടാ? ഒരു പണിക്കും പോവാത്ത ആളാ പണിനെ പറ്റി വലിയ വർത്താനം പറയുന്നത്. നീ ഇപ്പൊ എന്തുകൂടെ പറഞ്ഞേ? ഞാനെന്താ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ല? ഈ പീടി ഇങ്ങനെ തലയും വാലില്ലാതെ കളിക്കാനുള്ള കാരണക്കാരൻ ഞാനാ. ലോനപ്പെട്ട ഇങ്ങക്ക് പറ്റിയ പരിപാടിയല്ല ഇത്. ഒന്നിട്ട് അറിയില്ല, ഒക്കെ അറിയാന്നാ വിചാരം. പണിക്കാരന്റെ സ്ഥാനത്ത് നിൽക്കണം, അല്ലാതെ വെറുതെ പിന്നെ നിങ്ങളൊരു ഒലക്കവനൊരു നീ എന്ത് പണിയാ ലോനപ്പായി കാണിച്ചേ? എന്ത്? ആ ഷമീർ പീടിയുടെ താക്കോല് തന്നിട്ട് പോയി. ഓ, ഇനി വരണില്ലാന്ന്. വരണില്ലെങ്കിൽ വരണ്ട. അത് ശരി, വരണില്ലെങ്കിൽ വരണ്ടെന്നാ. നീ എന്തുട്ട് തേങ്ങണ ലോനപ്പ ഈ പറയണേ? ആ ചെക്കൻ പോയ പിന്നെ നീ എന്തുട്ട് ചെയ്യാനാ? അല്ലെങ്കിൽ തന്നെ നിനക്ക് എന്തുട്ട് തേങ്ങ അറിയണേ? ലോനപ്പന ഒരു തേങ്ങ അറിയില്ല. ലോനപ്പന ഒരു പൊട്ടനാ. ഇതെന്താ പറ്റിയ ലോനപ്പേട്ട? എന്തുട്ട് പറ്റിയെന്ന് അത് എന്നോടാണോ ചോദിക്കണേ? ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങോട്ട് ആയതൊന്നും അല്ലല്ലോ, നിങ്ങളൊക്കെ കൂടി അങ്ങോട്ട് ആക്കിയതല്ലേ. എന്താക്കിന്നാ ലോനപ്പായി പറയണേ? അന്ന് ബാബുവിന്റെ കൂടെ മസ്കറ്റിൽ പോവാനായിട്ട് എല്ലാം ശരിയായിട്ട് വന്നല്ലേ, എന്നിട്ട് നിങ്ങൾ വിട്ടോ? ആ കൊള്ളാല, നീ ചക്കയുടെ മാങ്ങ ഓണോന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ നമ്മളെ മെക്കിട്ട് കയറണ. ചേച്ചി ഒന്നും മിണ്ടാണ്ടിരുന്നേ. ഇവിടെ കൂടുതൽ വർത്താനം പറഞ്ഞ് പൊട്ടയാവണ്ട. ഇങ്ങോട്ട് വാ. കയ്യൊന്നും വിട്ടടി. ഇവിടെ നാട്ടിലാണെങ്കിൽ എന്തെല്ലാം പണികൾ ചെയ്യണ്ട്, എന്തെല്ലാം ബിസിനസ് ചെയ്യണ്ട്, അതിലേതെങ്കിലും ഒന്നും നിനക്ക് ചെയ്തൂടെ? അയ്യടാ ബിസിനസ്. അപ്പൻ ഇവിടെ കോടിക്കണക്കിന് സമ്പാദിച്ചു വെച്ചേക്കല്ലേ ബിസിനസ് ചെയ്യാൻ. പാമ്പും കോണിയിലെ 98 നിൽക്കണ കരുവിന്റെ അവസ്ഥ എന്റെ അറിയോ? ജയിക്കും വിചാരിക്കും, അപ്പോഴേക്കും പാമ്പ് വന്ന് പിഴുങ്ങിട്ട് പിന്നെ 2ലേക്കാ പോകും. പിന്നെ എല്ലാം ആദ്യം പുതിയ തുടങ്ങണം. ആ ഇങ്ങനെ ഓരോരോ കാരണങ്ങൾ ഉണ്ടാക്കി ആരുടെയെങ്കിലും ഒക്കെ തലയെ കൊണ്ടുവച്ച് ഇവിടെ ഇങ്ങനെ ഇരുന്നോ? ഒന്നും നിർത്തണ്ടോ മനുഷ്യനെ ഭ്രാന്താക്കാൻ. മുന്നോട്ടേക്ക് ഒരു കാഴ്ച കിട്ടണില്ല. ലൈഫ് ഒരു ജാതി പോക്കാ പോണത്. കൂടെ പഠിച്ച പിള്ളേരൊക്കെ നല്ല നിലയിലായി അറിയോ? തല്ലുകൂടുന്ന പിള്ളേരെ പിടിച്ച് മാറ്റിയിരുന്ന ജോൺസൺ അവനിപ്പോ വക്കീല. വർത്താനം പറഞ്ഞിരുന്ന പിള്ളേരുടെ പേര് എഴുതി വെച്ചിരുന്ന ലക്ഷ്മി ടീച്ചറായി. പുഴുപ്പല്ല എന്ന് പറഞ്ഞ് ക്ലാസ്സിലെ പിള്ളേരൊക്കെ കളിയാക്കിയിരുന്ന കുഞ്ഞൂട്ടൻ അവനിപ്പോ പല്ലി ഡോക്ടർ. നിങ്ങൾ 3 ഇല്ലായിരുന്നെങ്കിൽ ഞാൻ പണ്ടേ രക്ഷപ്പെട്ടനെ.